മാന്യരെ, കഴിഞ്ഞ സുനാമി ദുരന്തത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അമ്പിളി എന്ന പെൺകുട്ടിയുടെ വിവാഹ ധനശേഖരണാർത്ഥം കുറുക്കന്തറ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പഴശ്ശിത്തമ്പുരാൻ എന്ന നാടകത്തിനുള്ള സംഭാവന ജനഹൃദയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതാണ്. ഈ നാടകം പ്രശസ്ത സംവിധായകൻ പ്രേം ലൂയിസ് സംവിധാനം ചെയ്യുന്നു. അതുകൊള്ള ഗംഭീരമായിട്ട്. അപ്പൊ എത്ര ആർക്കെ എഴുതുന്നുണ്ട്? ആർക്കെ നേർ സാറ് വിദേശ മലയാളല്ലേ, 1000 രൂപ ഒട്ടും കുറയ്ക്കണ്ട. പിന്നെ ആർക്കെ സാർ അമേരിക്കയിലെ പഴശ്ശിരാജാവിന് ഒരു കളി ബുക്ക് ചെയ്തല്ലേ? തമ്പുരാനല്ലേ? തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. അതെ. എന്നാ നാടകമെന്നറിയാ ഞങ്ങളുടെ സാറിന്റെ ഭാര്യ അമേരിക്കയിലായി പോയത് കഷ്ടമായി പോയി. അതെന്താ? അല്ലെങ്കിൽ സാറിന് ഒരു ഫാമിലി പാസ് തരായിരുന്നേ. അതെ അതെ. അതൊന്നും വേണ്ട. ഏതായാലും സുനാമി ദുരന്തത്തിൽപ്പെട്ട ഫാമിലിയുടേതല്ലേ, ഒരു 10 എഴുതിക്കോ. എടാ 10 അല്ലടാ 10,000. പിന്നെ കൃത്യമായിട്ടും റെസിപ്റ്റ്. അതിനല്ല ഞങ്ങൾ ഈ കുറ്റം കൊണ്ട് നടക്കുന്നേ. 10 തൊലിയോ? ഇങ്ങനെയുള്ള കുറെ വെടക്ക് വിദേശ മലയാളികളാ, നല്ല വിദേശ മലയാളികളുടെ പേരുകളാ നിൽക്കുന്നത്. വന്നേ, അവന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട. അല്ല ഇവരോട് 10 വേണം. എന്ത് 10 രൂപ വന്നേ? ഇങ്ങനെയാണോ ഒരു സംഭാവന വരുന്നത്? ഇയാള് വിദേശ മലയാളി ഒന്നല്ല, ഇയാളുടെ പെണ്ണുമ്പിള്ള വിദേശ മലയാളി. കണ്ടില്ല തലയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചെടുക്കണേ, നാണല്ലാത്ത വിദേശ മലയാളി. നാട്ടുകാരെ എല്ലാവരും കേട്ടോ, വിദേശ മലയാളി നിൽക്കുന്നത്. വിദേശ മലയാളിയാണ് പോലും വിദേശ മലയാളി. ഇവൻ പിച്ചക്കാരൻ, തുണി പോലും കാശില്ലാതെ. നാടകത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടായിരിക്കും അല്ലേ മണി? എന്ത് പറയാനാ വർഷേ, എല്ലാ വർഷത്തെയും പോലെ ഷേക്സ്പിയറിന്റെ നാടകമായിരുന്നെങ്കിൽ ഡ്രസ് എല്ലാം ക്ലബിലുണ്ടായിരുന്നു. ഇതിപ്പോ പഴശ്ശി തമ്പുരാനല്ലേ. അമ്പലത്തിലെ ശാന്തിപ്പുളി മുടക്കിയിട്ട് ഇതിനൊക്കെ ഇറങ്ങി തിരിക്കണോ? എന്താ അഭിനയം അത്ര മോശപ്പെട്ട തൊഴിലാണോ? നോക്കിക്കോ, ഞാൻ അഭിനയിച്ച് ഒരിക്കൽ അഭിനയത്തിന്റെ ചക്രവർത്തി പദത്തിലെത്തും. അന്നെല്ലാ സൗഭാഗ്യങ്ങളും എന്നെ തേടിയെത്തും. അതുവരെ നല്ലപോലെ ഒന്ന് കഷ്ടപ്പെടണം. ദാ നോക്ക്, എന്റെ മുഖത്ത് ഭാവങ്ങൾ മിന്നി മറയുന്നത്. വേണ്ടായിരുന്നു, നീ കളിയാക്കണ്ടേ, നോക്കിക്കോ. യാത്രയൊക്കെ സുഖമായിരുന്നായിരിക്കും അല്ലേ? വരുമ്പോ തന്നെ അറിയാം. പാലം വയ്യ കിടക്കണം. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ പാലം മതിയെ. അങ്ങനെ ഞങ്ങള് കുറുപ്പന്തറ തിയേറ്റേഴ്സിലെ കലാകാരന്മാരാ. ഓ മനസ്സിലായി. ഒന്ന് പിടിക്കാമോ? എവിടെ പിടിക്കണ്ടേ? ഇതൊന്ന് പിടിച്ചാ മതി. വേണ്ട, സഞ്ജയമായ ഞാൻ പിടിക്കും. നല്ല നല്ല ഡയലോഗ് ഉണ്ടാവല്ലോ അല്ലേ? ഓ പഴശ്ശി തമ്പുരാൻ ത്രില്ലടിച്ചിട്ട് വയ്യ. പിന്നെ പ്രേം ലൂയിസ് ആശാൻ സംവിധാനം ചെയ്യുമ്പോ അതിന്റെ സുഖമൊന്ന് വേറെയാ. ആശാൻ ഇന്ന് വരില്ല, നാളെ വരും. അതെന്താ? ആശാൻ ബാറില്ല. ബാറിലോ? അയ്യോ, ഇതാ ബാറല്ല, ഇത് ബാർ അസോസിയേഷൻ കുന്നംകുളം. അവിടെ നാടകോത്സവം നടക്ക. ആശാൻ അവിടുത്തെ ജഡ്ജാ. ആശാനൊരു ഭാഗ്യം. കുട്ടി എന്തായാലും ഇവിടെ കളിക്കാൻ വന്നതല്ലേ? ഇത് പിടിച്ചാ പോയെന്താ? 1 2 3 4 5. അപ്പൊ വേണമെങ്കിൽ ചക്ക കായ്ക്കും. വാ, ഈ ആർക്കേടെ ചില എന്തിനു തൊഴിലാടേ ഇത്? നീ ഇതുവരെ ഇവിടെ പോയി കിടക്കായിരുന്നു. നടിക്ക് ഫുഡ് വേണ്ടായോ? ഞാൻ അത് വാങ്ങാൻ പോയതാ. നടിക്കുള്ള അക്കോമഡേഷൻ ശരിയാക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? അത് മൈമൂണ് ശരിയാക്കുന്നുണ്ടെന്ന് ചാത്തുമ്മാന്റെ ചായപ്പില്ലേ. വാ, റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോവാ. അതൊക്കെ ഒന്ന് തള്ളിയിട്ട് കേറടേ. ഓ സമാധാനമായി. ഇനി ഡി ഇങ്ങോട്ട് എടുത്തു വെച്ച പിന്നെ സുഖമായിട്ട് നാടകം കളിക്കാം. അതൊക്കെ നമ്മള് വേണോ? ഏയ്, ആ രാജേഷിനെ പറഞ്ഞു വിട്ടാ മതി. രാജേഷോ? ഓൾ ഫോർ യു. അതാണോ? അതെ, എടുത്തോ, എല്ലാം എടുത്തോ. ഓക്കെ ഓക്കെ, എല്ലാം മണികണ്ഠൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 4 മണിയാകുമ്പോ എത്തിയാ പോരെ? അത് മതി. പക്ഷെ സൂക്ഷിച്ചു പോകണം, കള്ളന്മാരധികമുള്ള കാലോ. എന്റെ അടുത്താണോ കള്ളന്മാർ? തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു പഴശ്ശി തമ്പുരാൻ. പഴശ്ശി തമ്പുരാൻ, കുറുക്കന്തറയുടെ അഭിമാന താരങ്ങൾ അണിനിരക്കുന്ന പഴശ്ശി തമ്പുരാൻ. പഴശ്ശി തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ. ആര് കേൾക്കാനോ എന്തോ കുറെ വയലും കൊപ്പും മാത്രം. അത് മൈക്കിടെ കേട്ടു. പഴശ്ശി തമ്പുരാൻ. പഴയവരെയും ഞങ്ങൾ സ്കൂൾ മൈതാനത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണേ, ആരുമില്ലാതിരിക്കല്ലേ. കുറുക്കന്തറയുടെ അഭിമാന താരമായ മണികണ്ഠൻ പഴശ്ശി തമ്പുരാനെ അവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്തൊരു പഴശ്ശി തമ്പുരാൻ, ആരും കേൾക്കാത്തൊരു പഴശ്ശി തമ്പുരാൻ. വരൂ, കാണുക, ആസ്വദിക്കുക, ഞങ്ങളുടെ പഴശ്ശി തമ്പുരാനെ വിജയിപ്പിക്കുക. അതിനൊപ്പം തന്നെ തലക്ക ചന്തുവിനെ അവതരിപ്പിക്കുന്ന എന്നെയും വിജയിപ്പിക്കുക. നേരത്തെ കടകൾ അടച്ച് എല്ലാ സഹോദരി സഹോദരന്മാരും സ്കൂൾ മൈതാനത്തിലേക്ക് എത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ്റ്റർ പഴശ്ശി തമ്പുരാൻ,
കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തില് ഇപ്പഴിടയിലോ എനിക്ക് ഈ കോട്ടം എടുത്ത് മാറ്റാം നമുക്ക്. കോട്ടകൊത്തളങ്ങൾ ഭീരങ്കി വെച്ച് തകർക്കും. എടാ മൈമുണ്ണി, എന്നാടാ? നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശിത്തമ്പുരാൻ നല്ലേടാ. അതെ, ഇതിനകത്തൊരു നാരായണത്ത് പണത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യടാ. എടാ മനുഷ്യനെ, നീ എവിടെ വാള് വെച്ചേ? ഞാൻ വാഷ് ബേസില്ല വാള് വെച്ചത്. നീ വെള്ളം അടിച്ച് വാള് വെച്ച കാര്യമല്ല, എന്റെ വാളം തിന്നെ. അതാണോ? അത് ഇനിയിപ്പോ ഞാൻ തന്നെ നോക്കണം. ഇതായിരിക്കുന്നു. അവിടെ ഇരുന്നോട്ടെ. മണിയണ്ട, ഓ, ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞ് രണ്ട് കൈയും കൂടെ ബുക്ക് ചെയ്യും. അതെന്തിനാ? എനിക്ക് ചൊറിയാനാടേ. എടാ അതിന് നല്ല സോപ്പിട്ട് 2 നേരം കുളിച്ചാൽ മതി. അയ്യോ, രണ്ടു നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് ഇരിക്കാൻ വയ്യടേ. ഉണ്ടായിരിക്കെ നാടകം തുടങ്ങാറായി. പരമ കഷ്ടം. മാന്യരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കോള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അഷറഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? വിശന്ന് ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. വേണ്ടടാ, ഇനിയിപ്പോ ഏതായാലും അഭിനയം കഴിഞ്ഞിട്ട് മതി. നിന്റെ അഭിനയം കണ്ട ആർക്കും ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറും. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. ആ DD എടുക്കാൻ പോയവനെ കാണാനുമില്ലല്ലോ. വീട് എന്റെ കയ്യിലുണ്ടറിയാ. കേറ്റിക്കളയും. DD അല്ലടാ, DD. ഇന്നലെ കിട്ടിയ പൈസയില്ലേ, ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വരാ, കാത്തേക്കണേ. ബാബാ, അയ്യപ്പൻ നമ്മുടെ മാനം കാത്തു. അലക്കില്ല അവരെ സെൻസം. അമ്പുണ്ട്, വില്ലില്ല. നീ വില്ല് എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പൊത്തിനകത്ത് ഞാൻ കാണുമോ? വൃത്തിയിട്ടവനെ, ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. തെറ്റായിക്കൂടെ കൈയിട്ട് ചന്തക്ക് പിടിക്കുന്നത്. ഇവിടാണ് കരുതിയാന്നേ. അട കഴിഞ്ഞിട്ടുള്ള മാനാക്ഷത്തിന് കേസ് കൊടുക്കാൻ തെണ്ടികള്. അലും പേരിയാണ്, അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ഠ, അതെ സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറായി.